കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം രാജിവെച്ചു. കോൺഗ്രസ് ധാരണപ്രകാരമാണ് രാജി. ഡിസംബർ 28 വരെ കാലാവധി ഉണ്ടായിരുന്നുവെങ്കിലും 10 ദിവസം മുന്നേ രാജിവെക്കുകയായിരുന്നു. കോൺഗ്രസ് ധാരണപ്രകാരം ആദ്യ 3 വർഷം കോൺഗ്രസ് എ ഗ്രൂപ്പിനായിരുന്നു വൈസ് ചെയർമാൻ സ്ഥാനം. ജോയി വെട്ടിക്കുഴി 6 മാസത്തിന് ശേഷം വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ജോയി ആനിത്തോട്ടം വൈസ് ചെയർമാനായത്. നിലവിൽ ഡിസംബർ 28 വരെ കാലാവധി ഉണ്ടായിരുന്നു. എന്നാൽ 10 ദിവസം മുൻപേ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം മാതൃകാപരമായി നിർവഹിച്ച് രാജിവെക്കുകയായിരുന്നുവെന്ന് ജോയി ആനിത്തോട്ടം പറഞ്ഞു. പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടായ ധാരണയനുസരിച്ചാണ് ഈ മാസം അവസാനത്തോടുകൂടി എൻ്റെ അവസരം തീരുകയായിരുന്നു. അപ്പം അതിന് സുഗമമായ ഒരു അധികാര കൈമാറ്റം മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 10 ദിവസം മുമ്പേ നമ്മൾ രാജി കൊടുത്തത്. തികഞ്ഞ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ചെയർമാനോടൊപ്പം നിന്നുകൊണ്ട് നാടിൻ്റെ സമഗ്രമായ ഒരു വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതോടൊപ്പം തന്നെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയതിനു ശേഷമാണ് ഞാൻ പടിയിറങ്ങുന്നത്. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ രാജിസന്നദ്ധ അറിയിക്കുകയും തുടർന്ന് 12 മണിക്ക് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠന് രാജി നൽകുകയുമായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, കൗൺസിലർമാർ എന്നിവർക്കൊപ്പമെത്തിയാണ് ജോയി ആനിത്തോട്ടം രാജി നൽകിയത്. ധാരണപ്രകാരം അടുത്ത 2 വർഷം കോൺഗ്രസ് ഐ ഗ്രൂപ്പിനാണ് വൈസ് ചെയർമാൻ സ്ഥാനം. ഐ ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് KJ ബെന്നിയാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.